ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങാപ്പാൽ അരച്ച് വെച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ്. അതിനുവേണ്ടി ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നെയ്മീൻ പാര എന്ന് പറയുന്ന ഒരു മീനാണ്. ദേശീയമുള്ള ഏതൊരു മീൻ വെച്ചിട്ടും നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ആ മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. കൂടെ നിങ്ങൾ കമൻ്റ് അടിക്കാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ചട്ടി എടുത്ത് ചൂടാക്കുവാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൺചട്ടിയാണ് കേട്ടോ. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 5 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടാവണം. അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കിട്ടണം. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 തണ്ട് കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയാണ് ഞാനൊന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലൊരു മൂത്തൊരു മണം വരുമ്പോഴത്തേനും വേണം നമുക്ക് സവാള ചേർക്കാൻ. ഞാൻ സവാള ഒരു 1/2 സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഒരു ചെറിയ വലിപ്പമുള്ള സവാളയിൽ അതിൻ്റെ അരപ്പകുതിയാണ് ചേർത്തത്. ഒത്തിരി സവാളയൊന്നും നമുക്ക് മീൻകറിയിൽ വേണ്ട. അപ്പം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം കൂടി ഒരു ബ്രൗൺ കളറായപ്പോഴത്തേക്കും ഞാനൊരു തൊണ്ടമുളകാണ് പൊട്ടിച്ചിനകത്തോട്ട് ചേർക്കുന്നത്. തൊണ്ടമുളക് എന്നൊക്കെ പറയും. അത് 2 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നീളത്തിൽ തന്നെ കീറിയതാണ് കേട്ടോ. പിന്നെ സാധാരണ പച്ചമുളക് 2 എണ്ണം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരുപാട് മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. അങ്ങനെ ഒരുപാട് മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ നിറം മാറിപ്പോവും. അതുകൊണ്ട് ഒരു മഞ്ഞ കളറിലുള്ള കറിയാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഏറ്റവും മുളകാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, മുളക് പൊടിയല്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് അതും ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് അതൊന്ന് മൂത്ത് കിട്ടണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം. അടി പിടിക്കാണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി ഒന്ന് മുരിച്ചെടുക്കണം. അതിനകത്തേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുടംപുളിയാണ് കേട്ടോ. കുടംപുളി എന്ന് പറയും, മീൻ പുളി എന്നൊക്കെയാണ് ചിലയിടത്തൊക്കെ പറയുക. അതൊന്ന് ഒരു 1/2 മണിക്കൂർ മുമ്പ് ഞാനൊരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് വെച്ചു. അതൊന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിട്ട് വെച്ചിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അതും കൂടി ഇതിനകത്തേക്കൊന്ന് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു സമയത്തേക്ക് ഞാനൊരു 3/4 ടീസ്പൂണോളം ഉപ്പാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഉപ്പും പുളിയും കൂടി ചേർന്ന് നല്ല അതൊരു പാകത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം അത് തിളയ്ക്കാൻ തന്നെ വിടുക. ഇപ്പം ഇതൊന്ന് തിളച്ച് പാകമായിട്ടുണ്ട്. തിളച്ച് കുറച്ചൊന്ന് വറ്റിക്കണം കേട്ടോ. അപ്പോൾ ഇത് വറ്റി നമ്മുടെ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നാളികേരത്തിൻ്റെ 2ാം പാലാണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നാളികേരത്തിൻ്റെ 2ാം പാൽ ചേർത്തിട്ട് അതൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. ഇനി നാളികേരപ്പാലിലും കൂടി ഈ പുളിയും ഉപ്പൊക്കെ ഒന്ന് നേരെ പിടിച്ച് കിട്ടണം. അതൊന്ന് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് അടുത്ത പണിയുള്ളൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2ാം പാൽ ഒഴിച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൂടി കൊടുക്കണം അത്. എന്നിട്ട് വേണം നമ്മുടെ ഏത് മീനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ മീൻ കൂടി ഇതിനകത്തേക്ക് പറക്കി വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന നെയ്മീൻ പാര എന്ന് പറയുന്ന ഒരു ദശയുള്ള മീനാണ് കേട്ടോ. ഏറ്റവും നല്ലത് നമ്മൾ ദശയുള്ള മീൻ ഇങ്ങനെയുള്ള ചാറുകറിക്ക് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. മീനൊന്ന് ക്ലീൻ ചെയ്തിട്ട്
ക്യൂബ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു 750 ഗ്രാമോളം മീൻ ഉണ്ടാവും കേട്ടോ. അതൊന്ന് മുറിച്ചെടുത്തതാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര ദശയുള്ള മീനാകുമ്പോൾ ഇറച്ചിയുടെ തന്നെ ഒരു വേവ് ഉണ്ടാവും. അപ്പം നമ്മളൊന്ന് തീ കൂട്ടിയിട്ടിട്ടാണ് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നത്. തീ കൂട്ടിയിട്ടിട്ട്, കാരണം ഇത് വേവാനുള്ള വെള്ളം ഇതിനകത്ത് ഉണ്ട് ആവശ്യത്തിന്. മാത്രമല്ല മീനിൽ നിന്നും കൂടി വെള്ളം ഇറങ്ങും. അപ്പോൾ ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് ഞാനൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുവാണ്. ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഇതൊന്ന് വെന്ത് കിട്ടും. അപ്പോഴും വെള്ളം പറ്റിപ്പോവാണ്ട് നമ്മൾ നോക്കണം, നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തുണ്ടോ, ഈ പാലിനകത്ത് ഇത് മുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അടി ഇളക്കി കൊടുക്കുകയും വേണം. എന്നാൽ ഉടഞ്ഞു പോവുകയും ചെയ്യരുത് മീൻ. ഇനിയൊരു 20 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് പൊക്കി നമ്മൾ നോക്കണം കേട്ടോ, ഇനി വെള്ളം പറ്റിപ്പോയിട്ടുണ്ടോ, നമ്മുടെ പാകത്തിനുള്ള വെള്ളം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതെനിക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇച്ചിരി കൂടെ വേണമെങ്കിൽ വെള്ളം പറ്റിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ പറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ വെയിറ്റ് ചെയ്തേ. അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. നല്ല കട്ടിയുള്ളൊരു തേങ്ങാപ്പാലാണ് കേട്ടോ ഒന്നാം പാലിന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ചേർത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി അങ്ങ് കിടന്ന് കറി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ സ്പൂണൊന്നും ഇട്ടിട്ട് കറിയിലിട്ട് ഒത്തിരി അങ്ങ് ഇളക്കി കൊടുക്കരുത്. ആ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ട് പയ്യെ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ ചട്ടി എടുത്തൊന്ന് ചെരിച്ച് കൊടുത്താലും മതി. ഇനി ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഞാനൊന്ന് മുകളിലൊന്ന് തൂവി കൊടുക്കാണ് കേട്ടോ. ചെറിയ സ്പൂണാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കണേ. ഈ കറിയിൽ ഇപ്പോൾ ഉപ്പും മുളകും എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടില്ല എന്നുള്ളൂ ഒരുപാട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് മുളക് ഇട്ടതുകൊണ്ട് ആ മുളകിൻ്റെ മണവും അതുപോലെ അതിൻ്റെ ഒരു രുചിയും എല്ലാം ഉണ്ട്. ആവശ്യത്തിന് എരിവും ഉപ്പും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. ചോറിൻ്റെ കൂടെയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. ഉച്ചത്തേക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, നമുക്ക് ഇത് മാത്രം കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.